ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ സെഷൻ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പ്രോഫിറ്റുകൾ എത്താനുള്ള കാരണം, അതേപോലെ ഞാൻ പ്രോഫിറ്റബിൾ എത്താൻ എന്തൊക്കെ ചെയ്തതെന്നും, അതേപോലെ ഏത് സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളും, അതേപോലെ എന്തൊക്കെ റിസ്ക്കും കാര്യങ്ങളും മാനേജ് ചെയ്താലാണ് ഞാൻ പ്രോഫിറ്റിലായതെന്നും, അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആവാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കും. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കുറച്ച് ചിലപ്പോൾ ലെങ്ത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ഡിസിപ്ലിൻ ഉണ്ടാക്കണം. ഓക്കെ, ഒരു അച്ചടക്കത്തോടെ മാത്രം ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഫസ്റ്റ് ടൈം ട്രേഡിങ് ചെയ്യുന്ന ടൈമിൽ ഞാൻ 2-3 ട്രേഡൊക്കെ ഒരു ദിവസം എടുക്കും. ഓക്കെ, ഈ 2-3 ട്രേഡ് എന്ത് ചെയ്യും, ഞാൻ പ്രോഫിറ്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ നോക്കും ബ്രോക്കറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ബ്രോക്കറേജിൻ്റെ പൈസയും കൂടി ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം ട്രേഡ് നിർത്താൻ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ട്രേഡും കൂടി ചെയ്യും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 4 ട്രേഡ് ഒരു ദിവസം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ ബ്രോക്കറേജ് തീർക്കാനും വേണ്ടി എടുത്ത ട്രേഡ് എന്ത് ചെയ്യും, എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അത് വേണ്ടി സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ ആ ലോസും പിന്നെ ബ്രോക്കറേജ് ഉണ്ടല്ലോ, അത് തീർക്കാൻ പിന്നെയും ഓവർ റേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യും, എനിക്ക് ലോസും കാര്യങ്ങൾ കൂടി വരും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ലോസും കാര്യങ്ങളും കൂടി വരാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലോസ് കൂടാനുള്ള കാരണമെന്നും ആ എന്ത് പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് വരാനുള്ള കാരണം, ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അത് കണ്ടെത്തുക, പിന്നെ അതിനുള്ള സൊല്യൂഷൻ മാത്രം കണ്ടാൽ മതി. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കണ്ടെത്തുക. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്തെന്നുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ ടാർഗറ്റ് വെക്കും, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കില്ല. പക്ഷേ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ ആവറേജ് ചെയ്യും. അതായത് ലോട്ട് കൂട്ടിയാണ് ഇങ്ങനെ ആവറേജ് ചെയ്യും. അത് ചില ദിവസം ഈ പ്രോഫിറ്റിലേക്ക് പോകും. അതായത് എക്സ്പയറി അങ്ങനത്തെ പാനിക്കായിട്ട് മൂവ് ചെയ്യുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ലോസ് റിക്കവർ ചെയ്തിട്ട് 2 മണിക്ക് ശേഷം പോയാണ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആവും. ഓക്കെ, ചില ദിവസം അതിന് ഞാൻ ഇട്ട ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആവും. പിന്നെ ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഫണ്ടൊക്കെ കയറ്റിയാണ് എന്ത് ചെയ്യും, പിന്നെയും ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ ലോസും കാര്യങ്ങളായിട്ടാണ് വരല്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ആവറേജ് ചെയ്യാതിരിക്കുക. അതേപോലെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ആരും ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ആദ്യം നിങ്ങൾ ടാർഗറ്റ് വെച്ചില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എല്ലാവരും വെക്കുക. മസ്റ്റ് ഇട്ട് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ട്രേഡും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ ചെയ്തിരുന്നത് വെച്ചാൽ പിന്നെ എനിക്ക് വന്ന രണ്ടാമത്തെ പ്രശ്നമായിരുന്നു അത്, സ്റ്റോപ്പ് ലോസ് വെക്കാതെ. പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ലോസ് വെക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കൽ തുടങ്ങി. അതായത് ഞാൻ എങ്ങനെ ട്രേഡ് എടുത്താലും എനിക്ക് ആദ്യം വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് കയറി പോകണം. അപ്പോൾ നമുക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ വരും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണം അതും കണ്ടെത്തി അതിൻ്റെ സൊല്യൂഷനൊക്കെ ആയിട്ട് ഫുൾ എന്ത് ചെയ്ത് ഞാൻ ആ പ്രോബ്ലം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു. ഓക്കെ, അത് സോൾവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നും ചെയ്തു. അതേപോലെ ഞാൻ പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ഒരു കാരണമായും ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ ഇതേപോലത്തെ പ്രോബ്ലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങൾ പ്രോഫിറ്റിലാവും. ഓക്കെ, അത് നിങ്ങൾ പ്രോഫിറ്റിലാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്യാമെന്നാണ്. ഓക്കെ, അധികം റിസ്ക് എടുത്താണ്ട് എന്ത് ദിവസം ട്രേഡ് ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ തീരുമാനിക്കണം, ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ 9:15 ഇന്ന് മാർക്കറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ 9:15 മുമ്പ് എന്തായാലും നിങ്ങൾ മാർക്കറ്റ് കയറുമല്ലോ, ഒരു 8:30 എന്ത് ചാർട്ടും കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ എന്ത് ചെയ്യും, കയറും. ഓക്കെ, അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് എത്ര ലോസ് വരണം, എത്ര ലോസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇനി എനിക്ക് എത്ര ക്യാപിറ്റലിന് എത്ര രൂപ മൈനസ് പോയാൽ എനിക്ക് പ്രശ്നമില്ലാത്ത ഇത്. അതായത് ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് ഒരു 10,000 രൂപ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ 10,000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ എൻ്റെ നിന്ന് ഒരു 750 രൂപ, അതായത് ഇപ്പോൾ ഒരു 75 ക്വാണ്ടിറ്റി ലോട്ട് 75 ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഇല്ല, 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എനിക്കൊരു 750 രൂപ പോകും. എനിക്കത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് അത് പിന്നെ നാളെ ട്രേഡ് എടുത്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പ്രോഫിറ്റിലാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് ഇത്ര രൂപ വരെ ലോസ് വരുത്താമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എത്ര രൂപ ഇന്ന് വരുത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തീരുമാനിക്കണം. ഓക്കെ, അത് മനസ്സിലായോ? അതുവെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് എത്ര ലോസ് വരെ നഷ്ടപ്പെടുത്താമെന്നുള്ള നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യില്ല. അതായത് നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാർക്കറ്റ് അവറിൽ ഇരുന്നാണ് എന്ത് ചെയ്ത് എൻട്രി കാര്യങ്ങളും എന്ത് ചെയ്ത് എടുക്കരുത്. ഓക്കെ, മാർക്കറ്റ് എൻട്രി എടുക്കരുത് എന്നല്ല, അതായത് ഡിസിഷൻ എടുക്കരുത്. അതായത് മാർക്കറ്റ് ടൈമിൽ ഇരുന്നാണ്ട് ഇവിടുന്ന് എൻട്രി കാര്യങ്ങൾ തീരുമാനിക്കുക, തലേന്ന് തീരുമാനിക്കാൻ നോക്കുക. ഓക്കെ, കഴിയുന്നതും തലേന്ന് തീരുമാനിക്കാൻ നോക്കുക. മാർക്കറ്റ് എങ്ങോട്ട് പോകാൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ തീരുമാനിക്കാൻ പറ്റും.
ഓക്കെ. ഇനിയിപ്പോൾ അങ്ങനെ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾ മാർക്കറ്റ് അവർ യൂസ് ചെയ്തല്ലോ, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതൊരു റാലി, അതായത് നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിന്ന് ഒരു ബൈങ് റാലി നടന്നതിന് ശേഷം അവർക്ക് റീടെസ്റ്റ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ ചാൻസ് കൂടുതലായിട്ട് വരും. ഓക്കെ. ഇനി അത്രയും കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കാര്യങ്ങൾ നമുക്ക് വേറെ നോക്കാം. ഓക്കെ. അതിന് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഓക്കെ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഓക്കെ. എനിക്ക് വന്ന കാര്യങ്ങളും എനിക്ക് ലോസ് വരാനുള്ള റീസൺസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. അപ്പം ഉപകാരപ്പെടുന്നവർ എന്ത് ചെയ്യുക, അത് നിങ്ങളെ ഇതിൽ ട്രേഡിംഗ് ജേണലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്നും അതേപോലെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്നും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കമൻറ്റിൽ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ. പിന്നെ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കമൻറ്റിൽ ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ചേർന്ന് ഇരുന്നാണ്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആവും. ഓക്കെ. എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. ഓക്കെ. നിങ്ങൾക്ക് ആരും സഹായിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് ഒറ്റയ്ക്ക് ഇതാക്കി പ്രോഫിറ്റിൽ എത്തിയ ഒരാളാണ് ഞാൻ. ഓക്കെ. അതേപോലെ നിങ്ങളും ഇപ്പോൾ അതേപോലെ കഷ്ടപ്പെട്ടായിരിക്കും ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും പ്രോഫിറ്റിൽ എത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കുക, കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കറക്റ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് കാര്യങ്ങൾ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. അതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. മനസ്സിലായോ? പിന്നെ ഒരു ദിവസം ഒരു ട്രേഡ് എന്ന നിലക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഓക്കെ. ഒരു ദിവസം ഒരു ട്രേഡ്, ആ സ്റ്റോപ്പ് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഒരു ട്രേഡ് അത് മതി എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരിക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ട്രേഡിങ് കരിയറിൽ അധികം എന്ത് ചെയ്യാനും പ്രോഫിറ്റബിൾക്ക് എത്താനുള്ള കാര്യങ്ങളും അതേപോലെ ഒരു ഗുഡ് ഡിസിഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ. നിങ്ങളുടെ ട്രേഡിങ് ചെയ്യാൻ അത് നല്ലതായിട്ട് നിങ്ങൾക്ക് നല്ല ഗുണമായിട്ട് മുന്നോട്ട് പിന്നെ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരും. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. അത് മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കും ഇന്നൊരു ട്രേഡ് ചെയ്യത്തുള്ളൂ എന്നും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ശേഷം അത് അതേപോലെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിസിപ്ലിൻ അത്രക്കും കറക്റ്റായിട്ടുണ്ട്. അത് അച്ചടക്കത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഒരു പച്ച ക്യാൻഡിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ പെട്ടെന്ന് പാനിക്കാവുക കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രേഡും കാര്യങ്ങളൊന്നും എടുക്കരുത്. അതായത് ഇപ്പോൾ നമ്മൾ എൻ്റർപ്രൈസ് വെച്ച ഒരു സ്ഥലം ഉണ്ടാവും, അതിന് തൊട്ട് മേലെ എന്ത് ചെയ്യും, മാർക്കറ്റിൽ കയറി പോകും. അത് കണ്ട് വിചാരിച്ച് അത് അങ്ങനെ പോയി വിചാരിച്ച് എന്ത് ചെയ്യും, പാനിക്കാവുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓക്കെ. അപ്പം പാനിക്കായിട്ട് മേലെ നിന്ന് പോയി എൻ്റർ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓർഡർ എടുക്കുകയും ചെയ്യും. അപ്പം ടോപ്പിൽ പോയി നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ പ്രൈസ് എൻ്റർ എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് പോയി കിട്ടും ചെയ്യും. ടാർഗറ്റ് വെക്കുന്നിടത്തേക്കാൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, എൻ്റർപ്രൈസും കാര്യങ്ങളൊക്കെ വരിക, ഭൗതികയിലേക്ക് എൻ്റർപ്രൈസും കാര്യങ്ങളൊക്കെ വരിക. അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ചെയ്ത് നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച എൻ്റർപ്രൈസൊക്കെ എന്ത് ചെയ്യും, മാർക്കറ്റ് വന്ന് അവിടുന്ന് മാർക്കറ്റ് കയറി പോകും. അതൊക്കെ നമുക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നമ്മുടെ ട്രേഡിങ്ങിനെ നല്ലതായിട്ട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എൻ്റർപ്രൈസ് നിങ്ങൾ എവിടെയാണ് വെച്ചത് അത് അവിടെ വെക്കുക, സ്റ്റോപ്പ് ലോസ് എവിടെ വെച്ചത് അത് അവിടെ വെക്കുക, ടാർഗറ്റ് എവിടെ വെച്ചത് അത് അവിടെ വെക്കുക. അത് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനോ എന്തിനും പോകരുത്. ഓക്കെ. അതുള്ളിടത്ത് എന്ത് ചെയ്യുക, അതവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യുക. അതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടാണ്ട് പാനിക്കോ കാര്യങ്ങളൊന്നും ആവരുത്. ഓക്കെ. ഒരു റെഡ് ക്യാൻഡിലാണോ ഇപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒരു പോയിന്റിന് വ്യത്യാസത്തിന് അടിക്കാതെ മേലേക്ക് പോയി ടാർഗറ്റ് അടിക്കുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ അടിച്ച ഒരു ഇതിലുണ്ടാവും. ആ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് അനുഭവത്തിലുണ്ടായ കാര്യമാണ്. എനിക്ക് ആദ്യം ഫുള്ള് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും അടിച്ചു. ഓക്കെ. പിന്നെ എന്ത് ചെയ്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റ് വ്യത്യാസത്തിലൊക്കെ എന്ത് ചെയ്യും, മാർക്കറ്റ് മേലേക്ക് കയറിയോ, സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വിചാരിക്കും, പക്ഷെ അടിക്കാതെ എന്ത് ചെയ്യും, മാർക്കറ്റ് മേലേക്ക് കയറിയോ. അങ്ങനെ വന്ന ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ട്രേഡിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അതേപോലെ എന്ത് ചെയ്ത് ഓക്കെ ഇതേപോലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാനിക്കായ ട്രേഡും കാര്യങ്ങളൊന്നും എടുക്കരുത്. ഓക്കെ. നിങ്ങൾ കറക്റ്റ് നിങ്ങളെ ബിലീഫ് സിസ്റ്റത്തിൽ മാത്രം ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ. പിന്നെ ഒരാൾ പറഞ്ഞത് കേട്ടാണ്ട് ഇന്ന് മാർക്കറ്റിൽ കയറും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോയി ട്രേഡും കാര്യങ്ങളും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ വ്യൂക്ക് മാത്രം എടുക്കുക. ഓക്കെ. മറ്റൊരാൾ പറഞ്ഞത് കേട്ടാണ് പോയി ട്രേഡും കാര്യങ്ങളും ചെയ്യരുത്. ഓക്കെ. നിങ്ങൾ നിങ്ങളെ വ്യൂക്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് തന്നെ മതി. അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോസ് വരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എത്താനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. അതേപോലെ നിങ്ങൾക്കൊരു ദിവസം ലോസ് വന്നാൽ ചിലപ്പോൾ പിന്നെ അടുത്ത ട്രേഡ് ചെയ്താൽ ഇതെങ്ങനെ റിക്കവറി ചെയ്യാമെന്നല്ല നോക്കേണ്ടത്. ഓക്കെ.
അത് ലോസ് വന്ന് കാര്യങ്ങൾ നോക്കിയാണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്നോട് ഇവിടെ ലോസ് അടിച്ചു നോക്കിയാണ്ട് എന്ത് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്താനുള്ള റീസൺ ആണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ തോന്നും, പക്ഷേ ഞാൻ പ്രോഫിറ്റിലേക്ക് എത്താനുള്ള കാരണം ഇതാണ്. ഓക്കെ, ഏറ്റവും ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ലോസ് വന്നാൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ ലോസ് റിക്കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഇവിടെ പോയി ട്രേഡ് ചെയ്യും. പക്ഷെ എനിക്ക് കൂടുതൽ ലോസാണ് ഉണ്ടാവുക അന്ന്. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ലോസ് വരുമ്പോൾ ഞാൻ ചെയ്യും എന്താ വെച്ചാൽ എനിക്ക് ലോസ് വരാൻ കാരണം എന്താ അത് ഞാൻ അന്വേഷിക്കും. അതിന് ആ ചാർട്ടിൽ നോക്കും ഇതെന്തുകൊണ്ട് ലോസ് വന്നു കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഒരു ഇത് കിട്ടും, ഒരു ആൻസർ കിട്ടും. അപ്പം അതേ കാര്യം എൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എൻ്റെ പ്രോബ്ലം എന്താ, എനിക്ക് ലോസ് അടിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയിട്ട് ഇതുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നതെന്നും ഇനി ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടുമ്പോൾ ഇതേപോലെ ട്രേഡ് എടുക്കരുതെന്നും അത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് ആ സെറ്റപ്പ് കൂടി നമ്മൾ കണ്ടെത്തി നോട്ടിൽ എഴുതി വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലാവും. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ലോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പാനിക്കായിട്ട് അങ്ങനെ എൻ്റെ പൈസ പോകും മറ്റേത് വിചാരിച്ചാൽ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും അടിക്കരുത്. ആ അടിച്ചാൽ കൂടുതൽ പൈസയും ഫണ്ടും പോകാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ നല്ല നിരക്ക് എന്ത് ചെയ്യുക, ഒരു കൂൾ മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യുക, ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾ പ്രോഫിറ്റിനും കാര്യങ്ങളൊക്കെ എത്തും. അല്ലാതെ ഇന്നൊരു 1000 ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്നൊരു 10,000 ഇട്ടിട്ട് ഇന്നൊരു 15,000 ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് മാർക്കറ്റിൽ ആരും വരരുത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ മെയിൻ പ്രശ്നം അതൊക്കെയാണ്. നമുക്ക് ഇന്ന് ഇത്ര രൂപ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വരുന്നതാണ് മെയിൻ പ്രശ്നം. അത് നമുക്കൊരു 500 രൂപ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കതാവില്ല, തെയ്യൂല, കാര്യങ്ങളൊന്നും ആവില്ല. വെച്ചാൽ പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 1000 എത്തട്ടെ എന്നിട്ട് എക്സിറ്റ് അടിക്കുക വിചാരിച്ചു. പിന്നെ അത് വന്നാണ്ട് ഒരു 1000 ലോസ് ആകുമ്പോൾ പറയും ഇനി ഒരു 500 രൂപ ഞാൻ എന്തായാലും എക്സിറ്റ് അടിക്കും പറയും. അപ്പോൾ അത് 500 രൂപ ആവും കേട്ടോ. 500 രൂപ ആകുമ്പോൾ ഒരു 600 ആയാലും വെച്ചാൽ 598 ഒരു എന്തുണ്ടാവും. അപ്പോൾ 600 ആണ് എക്സിറ്റ് അടിക്കുക വിചാരിച്ചു. പിന്നെ അത് 500 പോലും ആവില്ല. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് 5000 ലോസിലേക്കാരം അന്ന് എന്ത് ചെയ്യുക, നമ്മൾ എക്സിറ്റ് അടിക്കുക. ഓക്കെ, ഇതേപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വരും. ഓക്കെ, നിങ്ങൾക്ക് വന്നവരും ഉണ്ടാവും ഇതിന് പലവരും. ഓക്കെ, ഉള്ളവരും എന്ത് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ആരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മളെ ടെലഗ്രാമിലെ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ പോകാണ്ട് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കുക. ഓക്കെ, നമുക്ക് മുന്നോട്ടൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. എല്ലാവരും പ്രശ്നങ്ങളും കാര്യങ്ങളും സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താണ്ട് എന്ത് ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഈ സ്റ്റോപ്പ് ലോസ് റിസ്ക് മാനേജൊക്കെ കറക്റ്റ് ചെയ്ത് ട്രേഡും കാര്യങ്ങളും ചെയ്താൽ തന്നെ നിങ്ങൾ പ്രോഫിറ്റിലോ. പിന്നെ നിങ്ങൾ 10 പോയിന്റ് റിസ്ക് എടുക്കുകയാണെങ്കിൽ 15 പോയിന്റുകൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. ഓക്കെ, മാക്സിമം 15 പോയിന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ 2 സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റിലേക്ക് വരാൻ ആ ദിവസം ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മന്ത് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് കോഴ്സ് എന്ത് ചെയ്യാണ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ട്രേഡിംഗ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാലും മതി. അതിൽ ഞാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിപ്ലൈയും കാര്യങ്ങളും ഞാൻ പേഴ്സണലി വന്നിട്ട് ചെയ്യുന്ന ഇത് തരാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ ഇത് എന്ന് വെച്ചാൽ മറ്റേ ഡേറ്റ് പീരീഡും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണ വരെ ഞാൻ പഠിപ്പിക്കും. ഓക്കെ, പ്രോഫിറ്റബിൾ ആയതിന് ശേഷം ഞാൻ പഠിപ്പിക്കില്ല എന്നല്ല, എനിക്ക് വരുന്ന ഓരോ സ്ട്രാറ്റജിയും കാര്യങ്ങളും അതേപോലെ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ ഞാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തരും. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ടൈം എന്നുവെച്ചാൽ ആക്സസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ DM മെസ്സേജ് അയക്കുക. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ കൊടുക്കുക, അതേപോലെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ കയറിയാണ് എന്ത് ചെയ്യുക, മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷനായിട്ട് വരുന്നത്. അപ്പോൾ റിസ്ക് മാനേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് പെട്ടെന്ന് പറഞ്ഞ് തീർത്തതാണ്. നമുക്ക് വെച്ചാൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അടിച്ച് മിനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വെച്ചാൽ
ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും അറിയണം, അതായത് കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളും അതേപോലെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, നമ്മളെ DM ഒന്ന് മെസ്സേജ് അയക്കുക. അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൽ ഞാൻ ഉണ്ടാവും, അതിൽ വന്ന് ചോദിച്ചാലും ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക, അതേപോലെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് ബൈ.